ഇതെന്നാന്നറിയോ? മീനച്ചാറ് തലേദിവസം വെച്ചിട്ട് ഒരു ദിവസം മൊത്തം ആ ചട്ടിയിലിരുന്നാണേ. നല്ല അടിപൊളി ചൂര മീനച്ചാറിട്ടതാണേ. നല്ല പിന്നെ പുളിയും എരിവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല കിടുക്കാച്ചി അച്ചാറാണേ. ഇനി എന്നാ ചെയ്യുമെന്നറിയാമോ? ഇതിനകത്തേക്ക് ആ തേന്ന് 2 കഷ്ണം കൂടെ തെള്ളിയിട്ടിട്ട് ആ അരപ്പിനകത്തോട്ട് നല്ല ചൂട് കുത്തിരി ചോറ് അങ്ങോട്ടിട്ട് അങ്ങോട്ട് ഇളക്കാൻ പോവാണ്. ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല കേട്ടോ. കാരണം പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെയായിരുന്നു. മീൻകറി വെച്ചാൽ മീൻചട്ടിക്കകത്തിട്ട് ഇളക്കി കഴിക്കുക. അതുപോലെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. എനിക്കതിന് പറയുന്നതിലൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം ദേ ആ ചോറില്ലേ അങ്ങനെ ഇട്ട് അങ്ങോട്ട് ഇളക്കും. ആ സൈഡിലെല്ലാം പെരണ്ടിരിക്കുന്ന അതെല്ലാം കൂടി ഇങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഓ, പറയുമ്പോൾ തന്നെ എന്തോ വായിക്കൂടെ നാവിൽ വെള്ളം ഊറും. അപ്പം പിന്നെ അത് കഴിച്ചു കഴിഞ്ഞത്തെ ഒരവസ്ഥ പറയണ്ടല്ലോ. എന്നാ ടേസ്റ്റാണെന്നറിയോ? ഒരു കുറച്ച് പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ചാൽ മതി. ഞാൻ പക്ഷെ ഉപ്പൊന്നും ഇട്ടില്ല. ഞാനങ്ങ് പറഞ്ഞ സ്വാഭാവികം ചോറിൽ ഉപ്പിടുന്നവർക്കാണെങ്കിൽ ശക്കല ഉപ്പും കൂടി ഇട്ടേച്ചാൽ മതി. ഇത് അച്ചാറായതുകൊണ്ട് ഉപ്പും പുളി എരിവും എല്ലാം പാകമാണ്. പിന്നെ ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, എന്താ പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ല. ഇനി ഇതുപോലൊക്കെ എല്ലാം ഒന്ന് കഴിച്ചു നോക്കണേ. ഇങ്ങനെ ആ ചീനച്ചട്ടിയിൽ നിന്ന് ഇളക്കി അതൊന്ന് കഴിച്ചു നോക്കണം. ഇതുപോലൊരു ഫീല് നമുക്ക് കിട്ടത്തില്ല. കാരണം തലേ ദിവസം ഒരു ദിവസം ഫുള്ള് ആ ചീനച്ചട്ടിയിലിരുന്ന മീൻ അച്ചാറിൻ്റെ ചട്ടിയിലെ അരപ്പാണ് അത് ഫുള്ള്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.